ഹേ ഗായ്സ്, വെൽക്കം ടു ഡി വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ചൊരു ഇൻട്രോ വീഡിയോ ഒന്നും ഇല്ല കേട്ടോ. ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോവുകയാണ്. അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോവുകയാണ്. ആക്ച്വലി ഞാനിതൊരു ഷോർട്ട് വീഡിയോ ആയിരുന്നു ഉദ്ദേശിച്ചത്, അതുകൊണ്ടാണ് ഇൻട്രോ ആയിട്ടൊന്നും എടുക്കാതിരുന്നത്. ബട്ട് കൈവിട്ട് പോയി ഗൈസ്. വീഡിയോ എടുത്തെടുത്തെടുത്ത് അവസാനം ഷോർട്സിൽ നിൽക്കാതെയായി. അതുകൊണ്ടാണ് അവസാനം ഇത് വ്ളോഗ് പോലെ തന്നെ ഇടാമെന്ന് വിചാരിച്ചത്. എത്ര എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ടും കിട്ടുന്നില്ല. അങ്ങനെ ഞങ്ങൾ സ്ഥലം എത്തി. ഇതെവിടെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും നല്ല ഒടുക്കത്തെ ചൂടായിരുന്നു. ഉള്ളിലേക്ക് കയറിയപ്പോൾ എന്തൊരു സുഖം. ഇന്ന് എനിക്ക് വീഡിയോസൊക്കെ എടുത്തു തന്നത് ചേച്ചിയായിരുന്നു കേട്ടോ. ആകെയുള്ളൊരു സങ്കടം എന്ന് വെച്ചാൽ അശി ഇല്ലായിരുന്നു. ബാക്കി ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു, അശി മാത്രമില്ല. അതിൻ്റെ ഒരു സങ്കടം എനിക്ക് ഉണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ടായിരുന്നു. അശിക്ക് ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് വരാൻ പറ്റിയില്ല. ഫംഗ്ഷൻ ഉച്ചയ്ക്കായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് പറയണേ. ഇതെനിക്ക് ചേച്ചി വിഷുവിന് എടുത്തതെന്നാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ ഫുഡിൻ്റെ സെക്ഷനിലോട്ട് പോയി. അടിപൊളി ഫുഡായിരുന്നു. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഐറ്റംസൊക്കെ എടുത്തു. സത്യം പറഞ്ഞാൽ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല, എന്നാലും എടുക്കണം തോന്നി എന്തൊക്കെയോ എടുത്തു. അങ്ങനെ ഫുഡൊക്കെ എടുത്ത് പോകുമ്പോൾ അവിടെ ഉപ്പിലിട്ടത് കണ്ടു. ഞാനത് നോട്ടമിട്ട് വെച്ചിട്ടുണ്ട്. തൊട്ടിപ്പുറത്താണെങ്കിൽ കുറേ സ്വീറ്റ്സ് ഐറ്റംസ് ഉണ്ട്. കേക്കും പുഡിങ്ങും ലഡുവും പേടയും അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ എടുത്തിട്ട് വന്നു. അങ്ങനെ കാര്യമായിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു സ്റ്റാർട്ടർ പോലെ കുറച്ച് എന്തൊക്കെയോ എടുത്തു. പിന്നെ അത് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും പോയി. ഞാനും ചേച്ചിയും കൂടെ പിന്നെയും പോയി എടുത്തു. എനിക്ക് അശിയില്ലാത്തത് കൊണ്ട് ഞാൻ ഫുള്ള് ചേച്ചീൻ്റെ കൂടെ തന്നെയായിരുന്നു കേട്ടോ. ചേച്ചിയായിരുന്നു എവിടെ പോകുമ്പോഴും ചേച്ചീൻ്റെ പിന്നാലെ തന്നെ പോയി. അങ്ങനെ പിന്നെ പോയി ഫുഡൊക്കെ എടുത്തിട്ട് വന്ന് അതൊക്കെ കഴിച്ചു. ഞാനപ്പം അച്ഛൻ്റെ അമ്മേൻ്റെ നടുവിലേക്ക് ഇരിത്തു കേട്ടോ. ഗസ്റ്റൊക്കെ അപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ മാത്രമേ അവിടെ മലയാളീസായിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ല, വേറെ ഒരു ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു. അവരെ പരിചയപ്പെട്ടിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിരുന്നു. അപ്പോഴുണ്ട് ഞാൻ നോക്കുമ്പോൾ 2 പേര് എൻ്റെ 2 സൈഡിലിരുന്നിട്ട് ഐസ്ക്രീം കൊണ്ടുവന്ന് കഴിക്കുന്നു. പിന്നെ ഞാൻ വിടുക, അങ്ങനെ ഒരു പ്രാവശ്യം ടേസ്റ്റ് നോക്കാത്താന്ന് പറഞ്ഞായിരുന്നു. പിന്നെ അമ്മ വിടുന്നില്ല. പിന്നെ അത് അമ്മ തന്നോണ്ടിരിക്കുക. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അച്ഛൻ എന്തൊക്കെയോ കമൻസ് പറയുന്നുണ്ട് കേട്ടോ. അത് കേട്ടിട്ടാണ് ഞാൻ ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്, കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്തത് കണ്ടു. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിക്ക് ഇതിനോടൊന്നും താല്പര്യമില്ലയെന്ന് തോന്നുന്നു, ആരും വീഡിയോയിൽ വരുന്നില്ല, വീഡിയോസ് എടുക്കുന്നതിനോട് താല്പര്യമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞത് കണ്ടു. ഇത് കണ്ടിട്ടും നിങ്ങളൊക്കെ അങ്ങനെ തന്നെയാണോ പറയുന്നത് എങ്കിൽ എനിക്ക് ഇനിയൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി എനിക്ക് 100% സപ്പോർട്ടാണ്. പിന്നെയെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണം എന്നില്ല. അമ്മയ്ക്കും അച്ഛനും ഒക്കെ ആണെങ്കിൽ കുറച്ച് വീഡിയോസിലൊക്കെ വരാൻ കുറച്ച് ഷൈ ആണ്, കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞതേ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എൻ്റെ അച്ഛനും തരാൻ തുടങ്ങി കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ പോയി കുറച്ച് കേക്കും പുഡിങ്ങൊക്കെ എടുത്തിട്ട് വന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ആ കേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പുഡിങ് അതിലൊരെണ്ണം ഇഷ്ടമായി, ഒരെണ്ണം വലിയ ഇഷ്ടമായില്ല. അങ്ങനെ അതൊക്കെ എനിക്ക് മധുരം വലിയ ഇഷ്ടമില്ല, എന്നാലും ഇങ്ങനെ എല്ലാം ടേസ്റ്റ് ചെയ്യാൻ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ പുഡിങ്ങൊക്കെ കഴിച്ചു. പിന്നെയെന്ന് വെച്ചാൽ ഇതൊരു ബർത്ത്ഡേ പാർട്ടി ആണെങ്കിലും കേക്ക് കട്ടിംഗ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. വേണമെങ്കിൽ ഒരു ഫുഡ് പാർട്ടി എന്ന് പറയാം. അങ്ങനെയായിരുന്നു. ബട്ട് നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നല്ല രസമായിരുന്നു. പിന്നെ അശിയില്ലാത്തതിൻ്റെ ഒരു കുറവ്, ഒരു സങ്കടം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സ്വീറ്റ്സൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ ചേച്ചിയും കൂടെ പോയി ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ പോയത് മിഡ് ലൈം കുടിക്കാനായിരുന്നു, പക്ഷേ കുടിച്ചത് പൈനാപ്പിൾ ജ്യൂസ് ആയിരുന്നു കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ആക്ച്വലി ഞാൻ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഷോർട്സ് ആക്കി ഇടാൻ വേണ്ടിയിട്ടായിരുന്നു എടുത്തത്. ബട്ട് ഞാൻ എഡിറ്റ് ചെയ്യാനിട്ടപ്പോൾ ഷോർട്സിൽ ഒതുങ്ങാണ്ടായി. അതുകൊണ്ടാണ് എന്തായാലും എടുത്തത് ഫുൾ ഇങ്ങനെ ഇടാമെന്ന് വിചാരിച്ചത് കേട്ടോ. അങ്ങനെ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.